ഡിയർ സ്റ്റുഡൻസ്, നമ്മുടെ IT വിന്നർ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 9ാം ക്ലാസ്സിലെ IT ടെക്സ്റ്റ് ബുക്കിലെ പോസ്റ്റർ ഇമേജസ് എന്ന 1ാമത്തെ പാഠത്തിലെ വീഡിയോകളാണ് നമ്മൾ കണ്ടുവരുന്നത്. അതിലെ 1ാമത്തെ പാർട്ട് ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. കാണാത്തവരുണ്ടെങ്കിൽ കാണാം കേട്ടോ. 2ാമത്തെ പാർട്ടാണ് ഇന്ന് വീഡിയോ ആയി കാണിച്ചു തരാൻ പോകുന്നത്. സ്ക്രീനിലേക്കൊന്ന് നോക്കുക കേട്ടോ. ഇതിൽ കാണുന്ന പോലുള്ളൊരു പോസ്റ്ററാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചിത്രം കൊണ്ടുവന്നു, ടെക്സ്റ്റ് ടൈപ്പ് ചെയ്തു, ബാക്ക്ഗ്രൗണ്ട് കൊടുത്തു, ബോട്ടിൽ കൊണ്ടുവന്നു, ഡ്യൂപ്ലിക്കേറ്റ് എടുത്തു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് സേവ് ചെയ്തിട്ടുണ്ട്. അതിലിനി നമുക്ക് വീണ്ടും ഒരു സർക്കിൾ വരയ്ക്കണം, റെക്റ്റാങ്കിൾ വരയ്ക്കണം, വ്യത്യസ്ത ടെക്സ്റ്റുകൾ ടൈപ്പ് ചെയ്യണം, കളർ ചെയ്യണം, എക്സ്പോർട്ടായിട്ട് സേവ് ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സേവ് ചെയ്ത ഫയലിനെ ഓപ്പൺ ചെയ്യണം. ശ്രദ്ധിക്കാം. ഹോമിൽ സ്റ്റുഡൻസ് വർക്ക് 9 ഡബിൾ ക്ലിക്ക് അടിക്കുക. 9th Aയിലാണ് നമ്മൾ സേവ് ചെയ്തിരുന്നത്. 9th A തുറന്നു. ഇത് ഈ പോസ്റ്ററാണ് നമ്മൾ ചെയ്തത്. അതിനെ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം, അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്ത് എൻ്റർ ചെയ്യുക. ഈ പോസ്റ്ററാണ് നമ്മൾ തയ്യാറാക്കിയത്. ഇനി ഇതിലേക്ക് നമുക്കൊരു സർക്കിൾ വരയ്ക്കണം. സർക്കിൾ വരയ്ക്കാൻ വേണ്ടി ആദ്യം തന്നെ നമുക്ക് ലെയർ ക്രിയേറ്റ് ചെയ്യണം. ജിമ്പിൽ നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും ലെയറുകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് പോകണം. എന്തിനു വേണ്ടിയാണത്? നമ്മൾ ജിമ്പിൽ എല്ലാ കാര്യങ്ങളും ചെയ്ത് അവസാനമുള്ള ഒരു ടെക്സ്റ്റിനെ നമുക്ക് തെറ്റ് പറ്റി അല്ലേ? അപ്പോൾ ആ തെറ്റ് മാത്രം മായ്ക്കണമെങ്കിൽ ലെയർ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ മൊത്തം നമ്മൾ ക്ലോസ് ചെയ്ത് ആദ്യം തൊട്ട് ചെയ്യണം. തെറ്റ് മായ്ക്കാൻ കഴിയില്ല, നമുക്ക് തിരുത്താൻ പറ്റില്ല. അപ്പോൾ ഓരോന്നിനും ഓരോ ലെയർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് തെറ്റത് മാത്രം ശരിയാക്കി എടുക്കാൻ കഴിയും. അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കുക, ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇന്ന് നമുക്കിവിടെ വേണ്ടത് സർക്കിൾ വരയ്ക്കാൻ വേണ്ടിയിട്ടൊരു ലെയർ ക്രിയേറ്റ് ചെയ്യണം. അതിന് വേണ്ടി ലെയറിൽ ന്യൂ ലെയർ ക്ലിക്ക് ചെയ്യുക. നോക്കണേ, ലെയർ, ന്യൂ ലെയർ. അപ്പോൾ ഇങ്ങനൊരു ബോക്സ് വന്നു. ലെയർ നെയിം എന്ന ഭാഗത്ത് നമ്മൾ എന്താണ് തയ്യാറാക്കേണ്ടത്? നമുക്ക് എന്താണ് നിർമ്മിക്കേണ്ടത്? സർക്കിളാണ് അല്ലേ? അപ്പോൾ സർക്കിൾ നിർമ്മിക്കാൻ വേണ്ടി നമ്മൾ സർക്കിൾ എന്ന പേരിനെ ടൈപ്പ് ചെയ്യാം. സർക്കിൾ. ഓക്കെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ സർക്കിൾ വന്നു കേട്ടോ. ഇനി സർക്കിൾ വരയ്ക്കാൻ വേണ്ടി ടൂൾ ബോക്സിൽ നിന്നും എലിപ്സ് ടൂൾ എടുക്കുക. ഇനി ഇവിടെ നിങ്ങൾക്ക് എലിപ്സ് ടൂൾ കണ്ടില്ലെങ്കിൽ ഷോർട്ട് കട്ട് ഉപയോഗിക്കുക കേട്ടോ. കീബോർഡിലെ പ്രസ് ചെയ്താൽ മതി. ഷോർട്ട് കട്ടൊക്കെ എഴുതി ചൊല്ലണേ, തിയറി എക്സാമിന് ചോദിക്കേ. ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എവിടെയാണോ സർക്കിൾ വരേണ്ടത് അവിടെ വരച്ചു കൊടുക്കുക. സർക്കിൾ വരേണ്ട ഭാഗത്ത് നമ്മൾ വരയ്ക്കാം. ഞാനിവിടെ വരച്ചു കൊടുത്തു. ഇനി ഈ സർക്കിളിനെ നമുക്ക് കളറ് മാറ്റണം. കളറ് മാറ്റാൻ വേണ്ടി ചെയ്യേണ്ടത് ജിംബ് ടൂൾ ബോക്സിലെ ഒരു ബ്ലാക്ക് സ്ക്വയർ ചതുരം കാണാം അല്ലേ? ഫോർഗ്രൗണ്ട് കളർന്ന് അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഒരു കളറിൻ്റെ ബോക്സ് വരും. അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള കളർ സെലക്ട് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ വേണമെങ്കിൽ എടുക്കാം. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഏകദേശം ഇങ്ങനെ ഒരു കളറാണ്. എക്സാമിന് നിങ്ങൾ ക്വസ്റ്റ്യൻ അനുസരിച്ച് ആൻസർ ചെയ്യുക. ഏത് കളറാണോ പറഞ്ഞത് ആ കളർ എടുക്കുക. അതിനുശേഷം ഓക്കെ കൊടുക്കുക. എന്താ കളർ ഇപ്പോൾ ഇവിടെ സർക്കിളിൽ വന്നോ? ഇല്ല. നമ്മൾ ബക്കറ്റ് ഇവിടെ കൊണ്ടുവരണം. അതിനുപയോഗിക്കുന്ന ഒരു ടൂളാണ് ബക്കറ്റ് ഫിൽ ടൂൾ. ഒന്നുകിൽ ബക്കറ്റ് ഫിൽ ടൂൾ ഉപയോഗിച്ചിട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവച്ച് ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ നമ്മളിവിടെ കളർ മാറ്റിയ ഫോർഗ്രൗണ്ട് കളറിൽ ക്ലിക്ക് ചെയ്തും കൊണ്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുവരിക. നമുക്ക് എവിടെയാണ് കളർ വേണ്ട അവിടെ ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ ബക്കറ്റ് ഫിൽ ടൂൾ എടുത്തിട്ട് ഇവിടേക്ക് കൊണ്ടുവന്നേക്കുക. അപ്പോൾ നമുക്കിവിടെ ഒരു മാറ്റം ഉണ്ടായല്ലോ അല്ലേ? ആ സർക്കിളിന് നമ്മൾ കളർ കൊടുത്തപ്പം എന്ത് മാറ്റം വന്നേ? നമ്മൾ ഫ്രൂട്ട്സ് അടിയിലോട്ട് പോയി. അപ്പോൾ ആ ഫ്രൂട്ട്സിന് നമുക്ക് പകുതി ആ ഭാഗത്തിന് മുകളിലേക്ക് വരുത്തണ്ടേ? അതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് നോക്കുക. ഈ സർക്കിളിനെടുത്തിട്ട് ഇവിടെ ഈ ലെയർ ബോക്സിൽ നിന്നും
സർക്കിളിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്ത് കൊണ്ടുവരും എങ്ങോട്ട് നമ്മളെ ഫ്രൂട്ട്സിൻ്റെ തൊട്ട് താഴെയായിട്ട് നിർത്തുക. അപ്പോൾ ഈ ഫ്രൂട്ട്സ് അതിലോട്ട് വന്ന് ക്ലിയർ ആയോ? ലെയർ ബോക്സിൽ നിന്ന് സർക്കിളിനെടുത്തിട്ട് ഫ്രൂട്ട്സിൻ്റെ താഴെ കൊണ്ടുവച്ചാൽ ആ ഫ്രൂട്ട്സ് മുകളിലേക്ക് വന്നു. അപ്പോൾ സർക്കിൾ നമ്മൾ വരച്ചു കഴിഞ്ഞു കേട്ടോ. ശ്രദ്ധിക്കണേ, സർക്കിൾ വരച്ചു. മനസ്സിലായെന്ന് വിചാരിക്കണേ അല്ലേ? ആ സർക്കിൾ വരച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത സ്റ്റെപ്പ് ഒരു ചതുരം വരയ്ക്കണം. ചതുരം വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ് ചെയ്യേണ്ടത്? വീണ്ടും ഒരു ലെയർ ഉണ്ടാക്കണം. ആ ലെയർ ഉണ്ടാക്കാൻ വേണ്ടി ലെയറിലെ ന്യൂ ലെയർ ക്ലിക്ക് ചെയ്യാം. ന്യൂ ലെയർ ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ ലെയർ ബോക്സിൽ ലെയർ നെയിം എന്ന ഭാഗത്ത് നമുക്ക് എന്താണോ വേണ്ടത്, ഇനി റെക്ടാങ്കിളാണ് നിർമ്മിക്കേണ്ടത്, ചതുരമാണ് നിർമ്മിക്കേണ്ടത്. അപ്പോൾ റെക്ടാങ്കിൾ എന്ന് ടൈപ്പ് ചെയ്യാം. ശ്രദ്ധിക്കുക, നമുക്ക് എന്താണോ നിർമ്മിക്കേണ്ടത് അതാണ് ഇവിടെ ലെയർ നെയിമായിട്ട് നമ്മൾ കൊടുക്കേണ്ടത്. എന്താണ് നമുക്ക് നിർമ്മിക്കേണ്ടത്? റെക്ടാങ്കിൾ. അപ്പോൾ നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ടത് എന്താണ്? റെക്ടാങ്കിൾ എന്നാണ് ടൈപ്പ് ചെയ്യേണ്ടത്. റെക്ടാങ്കിൾ എന്നാണ് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് ഓക്കെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് റെക്ടാങ്കിൾ നിർമ്മിക്കാനുള്ള ലെയർ ഇവിടെ വന്നു കഴിഞ്ഞു. ഇനി റെക്ടാങ്കിൾ നിർമ്മിക്കണമെങ്കിൽ ടൂൾ ബോക്സിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? രണ്ടാമത്തെ ടൂളായ റെക്ടാങ്കിൾ ക്ലിക്ക് ചെയ്യണം. അവിടെ നിങ്ങൾ മൗസ് പോയിൻ്റർ എത്തിച്ച് അതിൻ്റെ പേര് കാണിച്ചു തരും. ഇവിടെ വെച്ചിട്ട് നമുക്ക് ആദ്യം എലിപ്സ് ടൂളാണ് വരുന്നതെങ്കിൽ റെക്ടാങ്കിളിൻ്റെ ഷോർട്ട് കട്ട് കീബോർഡിൽ നിന്ന് അടിച്ചു നോക്കിയാൽ മതി. 6 അടിച്ചാൽ അത് ഏറ്റവും മുകളിൽ വന്നിട്ടുണ്ടാവും. റെക്ടാങ്കിളിൽ ക്ലിക്ക് ചെയ്തിട്ട് എവിടെയാണോ റെക്ടാങ്കിൾ വരയ്ക്കേണ്ടത് അവിടെ വെച്ചിങ്ങനെ ഡ്രാഗ് ചെയ്ത് വരയ്ക്കുക. അതാ വരച്ചു. അപ്പോൾ റെക്ടാങ്കിളായി. ഇനി നമുക്ക് എന്താണ്? ആ റെക്ടാങ്കിളിനൊരു വൈറ്റ് കളർ നൽകണം. വൈറ്റ് കളർ നൽകാൻ വേണ്ടി ടൂൾ ബോക്സിൽ നിന്ന് വീണ്ടും നമ്മൾ ഈ സ്ക്വയറിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഫോർഗ്രൗണ്ട് കളേഴ്സിൽ ക്ലിക്ക് ചെയ്തു. വൈറ്റ് കളർ എടുത്തു. ഓക്കെ കൊടുത്തു. നേരത്തെ ചെയ്ത പോലെ ഒന്നുകിൽ ഇവിടുന്ന് പിടിച്ചിങ്ങോട്ട് കൊണ്ടിടുക, അല്ലെങ്കിൽ ബക്കറ്റ് ഫിൽ ടൂൾ എടുത്തിട്ട് ഇവിടെ വെച്ച് ക്ലിക്ക് ചെയ്യുക. അതാ വൈറ്റ് കളറായി. ഇനി നമുക്ക് ആ റെക്ടാങ്കിളിൽ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യണം. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഈറ്റ് വെൽ ലീവ് വെൽ എന്നാണ് ടൈപ്പ് ചെയ്യേണ്ടത്. ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാൻ വേണ്ടി വീണ്ടും നമ്മൾ അടുത്ത ലെയർ ഉണ്ടാക്കണം. ശ്രദ്ധിക്കാം, ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാൻ വേണ്ടി വീണ്ടും അടുത്ത ലെയർ ഉണ്ടാക്കണം. ഓരോന്ന് നിർമ്മിക്കുമ്പോഴും ഓരോ ലെയറുകൾ ഉണ്ടാക്കണം. ലെയറിലെ ന്യൂ ലെയർ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആദ്യം നമ്മളിവിടെ ഒരു ടെക്സ്റ്റ് ഫ്രൂട്ട് പെസ്റ്റിന് അടിക്കാൻ വേണ്ടി ഒരു ടെക്സ്റ്റിൻ്റെ ലെയർ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇത് രണ്ടാമത്തെ ടെക്സ്റ്റാണ് വരേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ടെക്സ്റ്റ് 2 എന്ന് ടൈപ്പ് ചെയ്യണം. ടെക്സ്റ്റ് 2 എന്ന് ടൈപ്പ് ചെയ്തു. ഓക്കെ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ടെക്സ്റ്റ് 2 വന്ന് കണ്ടില്ലേ? ഈ സൈഡ് ലെയർ ബോക്സിലേക്ക് നോക്കുക, അവിടെ കാണാം. ഇനി നമുക്കിവിടെ എന്താണോ നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറഞ്ഞാൽ അതാണ് ടൈപ്പ് ചെയ്യേണ്ടത്. ടെക്സ്റ്റുകൾ ടൈപ്പ് ചെയ്യാൻ വേണ്ടി ടൂൾ ബോക്സിൽ നിന്നും ടെക്സ്റ്റ് ടൂളിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ താഴേക്ക് കളർ മാറ്റാനുള്ളത്, സൈസ് കൂട്ടാനുള്ളതൊക്കെ ഇവിടെ വന്നിട്ടുണ്ടാവും അല്ലേ? ഇവിടെ നമുക്കൊരു ഡാർക്ക് ബ്ലൂ ആണ് വേണ്ടത്. അതിന് വേണ്ടി ഇവിടെയുള്ള ഈ കളറിൽ ഈ റെക്ടാങ്കിൾ ക്ലിക്ക് ചെയ്യുക, ഒരു ഡാർക്ക് ബ്ലൂ ആക്കി കൊടുക്കുക. ഓക്കെ. ഇവിടെ ഇതാ ഫോണ്ട് സൈസൊക്കെ എങ്ങനെയുള്ള ഫോണ്ടാണ് വേണ്ടതെന്ന് മാറ്റാണ് ഇവിടെ താഴേക്ക് വന്നിട്ട് പരീക്ഷയ്ക്ക് ഏതാണോ പറയണത് അതെടുക്കുക. ഇപ്പം നമുക്ക് വേണ്ടത് ഇത് തന്നെയാണ് വേണ്ടത് കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതിൻ്റെ സൈസ് കണ്ടില്ലേ, 35 ആക്കേണ്ടത്, ചെറുതാണ് വേണ്ടത്. സൈസ് 35 ആക്കി. വീണ്ടും നമ്മൾ ഇത്രയും മാറ്റങ്ങൾ ഇവിടെ കൊടുത്ത ശേഷം വീണ്ടും നമ്മൾ ടെക്സ്റ്റ് ടൂള് തന്നെ ക്ലിക്ക് ചെയ്യുക. എവിടെയാണ് വേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്യുക. നമുക്ക് എവിടെയാണോ ടെക്സ്റ്റ് വേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുക. മനസ്സിലാവണ്ടോ മക്കളെ? ക്ലിയർ ആവണ്ടോ? ശ്രദ്ധിക്കുക കേട്ടോ.
എന്താണോ നിങ്ങളോട് ടൈപ്പ് ചെയ്യാൻ പറഞ്ഞത് ടൈപ്പ് ചെയ്യുക. ഞാൻ ടൈപ്പ് ചെയ്തു അല്ലേ. ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് പുറത്ത് വെച്ച് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ടൈപ്പ് ചെയ്യാൻ പറഞ്ഞ സംഭവങ്ങൾ നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇതാണ് നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറഞ്ഞത് അല്ലേ. ഇനി ഇവിടെ ടെക്സ്റ്റിൽ നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറഞ്ഞത് എന്താണോ ടൈപ്പ് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ടെക്സ്റ്റ് നമ്മൾ ടൈപ്പ് ചെയ്ത് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇതിനെ മൂവ് ടൂൾ ഉപയോഗിച്ച് നമുക്ക് സ്ഥാനം മാറ്റണമെങ്കിലൊക്കെ മൂവ് ടൂൾ ഉപയോഗിച്ചൊന്ന് മാറ്റാൻ പറ്റും. നമുക്ക് ഇവിടെ ഇപ്പോൾ കറക്റ്റ് സ്ഥലത്ത് തന്നെയാണ് വന്നത്, അപ്പോൾ അതുകൊണ്ട് അതന്നെ മതി. അപ്പോൾ റെക്റ്റാങ്കിൾ അല്ല സെലക്ട് ചെയ്യേണ്ടത്. നമുക്ക് ഇവിടെ ലെയർ ബോക്സിൽ നിന്ന് നമ്മൾ എന്താണോ സെലക്ട് ചെയ്യേണ്ടത് അതിൽ ക്ലിക്ക് ചെയ്യണം കേട്ടോ. ഇതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ആ സെലക്ട് ചെയ്താൽ നമുക്ക് അതിനെ സ്ഥാനം മാറ്റണമെങ്കിലൊക്കെ നമുക്കൊന്ന് മാറ്റി കൊടുക്കുക. കണ്ടില്ലേ, ഇതിനെ സ്ഥാനം മാറ്റി വെക്കാം. ഇനി ശ്രദ്ധിക്കുക, ഇനി നമുക്ക് വേണ്ടത്, അപ്പോൾ ഇതിവിടെ ഓക്കെ ആയി. ഇനി എന്താ വേണ്ടത്? ഇനി നമുക്കിത് ഇവിടുന്ന് ടെക്സ്റ്റ് കാണാതെ ഇതിലൊന്ന് ഈ കണ്ണിലൊന്ന് നമ്മൾ ക്ലിക്ക് ചെയ്ത് നോക്കുക. കണ്ടോ, അത് അവിടുന്ന് ഒഴിവായി. അതിൽ വീണ്ടും ക്ലിക്ക് ചെയ്താൽ അത് അവിടെ വന്നു. അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്, ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെയൊക്കെ ചെയ്യാം നമുക്ക്. ഇനി നമുക്ക് ഇവിടെ താഴെയായിട്ട് നാച്ചർ ക്ലബ് എന്ന് ടൈപ്പ് ചെയ്യണം ക്യാപിറ്റൽ ലെറ്ററിൽ. അപ്പോൾ നമ്മൾ രണ്ട് ടെക്സ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി രണ്ട് ലെയറുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അടുത്ത് വീണ്ടും ഒരു ടെക്സ്റ്റ് വേണം. അതിന് വേണ്ടി വീണ്ടും ലെയറുകൾ ഉണ്ടാക്കണം. ലെയറിൽ ന്യൂ ലെയർ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഈ ടെക്സ്റ്റിനെ നമ്മൾ മായ്ച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ടെക്സ്റ്റിനെ മായ്ച്ചിട്ട് ടെക്സ്റ്റ് 3 എന്ന പേരിൽ, മൂന്നാമത്തേതാണ് നമ്മൾ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യേണ്ടത് അല്ലേ. ടെക്സ്റ്റ് 3 എന്ന് ടൈപ്പ് ചെയ്യണം. ഓക്കെ ക്ലിക്ക് ചെയ്യാം. ഇതിന് സ്മോൾ ലെറ്ററോ ക്യാപിറ്റൽ ലെറ്റർ ആയാലൊന്നും പ്രശ്നമില്ല കേട്ടോ. ഓക്കെ കൊടുക്കുക. അപ്പോൾ മൂന്നാമത്തെ ലെയർ ഇവിടെ വന്നു. ഇനി വീണ്ടും നമുക്ക് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യണമെങ്കിൽ ടെക്സ്റ്റ് ടൂളൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് എന്ത് കളറാണോ പറഞ്ഞാൽ ആ കളറാക്കി കൊടുക്കുക. ഓക്കെ കൊടുക്കുക. സൈസ് നമുക്ക് ഒരു 55 ആക്കി കൊടുക്കുക. സൈസ് നിങ്ങളോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ക്വസ്റ്റ്യനിൽ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതന്നെ ആക്കി കൊടുക്കണം. ഇവിടെ മാറ്റി കൊടുക്കുക. ഇവിടെ ലിപി എന്താണോ പറഞ്ഞാൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് കാണിച്ചു തരും ഏതാണ് വേണ്ടതെന്ന് കേട്ടോ. അപ്പോൾ അതാക്കി എന്താണോ നമുക്ക് പറഞ്ഞാൽ അതാക്കി കൊടുക്കുക. എന്നിട്ട് വീണ്ടും ടെക്സ്റ്റിൽ തന്നെ പോവുക. എവിടെയാണോ നമുക്ക് ടൈപ്പ് ചെയ്യേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എന്താ ടൈപ്പ് ചെയ്യേണ്ടത്? നാച്ചർ ക്ലബ് അല്ലേ. നാച്ചർ ക്ലബ് എന്ന് ടൈപ്പ് ചെയ്തു. എന്നിട്ട് നമ്മൾ പുറത്ത് വെച്ചൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മളിവിടെ നാച്ചർ ക്ലബ് ഇതിനെ മൂവ് ടൂൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്കൊന്ന് മാറ്റി കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ഒന്ന് മാറ്റി കൊടുക്കുക. എവിടേക്കാണ് വേണ്ടച്ചാൽ അവിടെ നിർത്തിച്ചു കൊടുക്കുക. ഇനി നമുക്ക് അടുത്തത് ഒരു സ്കൂളിൻ്റെ പേര് ടൈപ്പ് ചെയ്യണം അല്ലേ. അപ്പോൾ ആ സ്കൂളിൻ്റെ പേര് ടൈപ്പ് ചെയ്യാണ്ട് അതിന് വേണ്ടി വീണ്ടും ഒരു ലെയർ നിർമ്മിക്കണം. വീണ്ടും ഒരു ലെയർ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലെയറിൽ ന്യൂ ലെയർ ക്ലിക്ക് ചെയ്യുക. ടെക്സ്റ്റ് 4 എന്ന വീണ്ടും ഒരു ലെയർ ഉണ്ടാക്കുക. ടെക്സ്റ്റ് 4 ഓക്കെ കൊടുക്കുക. മക്കളെ മനസ്സിലാവുന്നുണ്ടോ? ജിമ്പിൽ ഓരോന്ന് നമ്മൾ തയ്യാറാക്കണമെങ്കിലും ഓരോ ലെയറുകൾ ഉണ്ടാക്കിയിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ടെക്സ്റ്റിന് ഇപ്പോൾ 1, 2, 3, 4 ടെക്സ്റ്റുകൾ നമ്മൾ ഉണ്ടാക്കി 4 ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യണമുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാൻ വേണ്ടി വീണ്ടും തന്നെ പോവാം. കളർ മാറ്റി കൊടുക്കുക. ഒരു ഡാർക്ക് ബ്ലൂ ആണ് ടെക്സ്റ്റിൽ പറഞ്ഞത്, ഡാർക്ക് ബ്ലൂ ആക്കി കൊടുക്കുക. പിന്നെ എന്ത് ചെയ്യാം, ഇതിനേക്കാൾ നമ്മൾ ചതുരത്തിൻ്റെ അതേ കളർ ആവരുത്, ഒരു ഡാർക്ക് ബ്ലൂ ആക്കി കൊടുക്കുക. ഇവിടെ സൈസ് കുറച്ച് കൊടുക്കുക. ഇനി നമുക്ക് വേണമെങ്കിൽ ഇപ്പം എത്രയാണോ ടെക്സ്റ്റിൽ പറഞ്ഞതെന്ന് നോക്കുക. നമുക്ക് 35 30 എത്രയാണോ പറഞ്ഞാൽ അതിനനുസരിച്ച് മാറ്റി കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു 28 കൊടുക്കണ്ടേ കേട്ടോ. എത്രയാണോ നിങ്ങളോട് പറഞ്ഞത് കൊടുക്കുക. ഇവിടെ എങ്ങനെയാണ് മാറ്റുക എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. സൈസ് മാറ്റുക എവിടെയാണ്. ഇനി നമുക്ക് വീണ്ടും ടെക്സ്റ്റിൽ തന്നെ പോവുക. എവിടെയാണോ ടൈപ്പ് ചെയ്യേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് എന്താണോ ടൈപ്പ് ചെയ്യാൻ പറഞ്ഞത് ആ ടൈപ്പ് ചെയ്യാൻ പറഞ്ഞ കാര്യത്തിന് അല്ലേ, എന്താണോ ടൈപ്പ് ചെയ്യാൻ പറഞ്ഞാൽ ടൈപ്പ് ചെയ്യുക.
നമുക്ക് ക്യാപിറ്റൽ ലെറ്ററിലാണ് പറഞ്ഞത് കേട്ടോ. GHS കോപ്പം അല്ലേ? എന്താണോ നമ്മളോട് പറഞ്ഞതെന്ന് ക്വസ്റ്റ്യനിൽ വായിക്കുക, ടെക്സ്റ്റിൽ എന്താണോ പറഞ്ഞതെന്ന് നോക്കുക, അതിനനുസരിച്ച് നമ്മൾ ടൈപ്പ് ചെയ്യാം, പുറത്തേക്ക് ക്ലിക്ക് ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് നമ്മളോട് ടൈപ്പ് ചെയ്യാൻ പറഞ്ഞത്. ഇതാ ഈ മൂവ് ടൂൾ ഉപയോഗിച്ചതിനെ ക്രമാക്കി വെക്കാം. നമുക്ക് എവിടെ വരെ വേണം നോക്കുക. അത്രയും ചെയ്തു നമ്മളെ. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് നമ്മൾ ആദ്യം സേവ് ചെയ്ത പോലെ ഫയലിൽ സേവ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇത് സേവായി. ഇനി നമുക്കിതിനെ എക്സ്പോർട്ടായിട്ട് സേവ് ചെയ്യാൻ പറയുന്നുണ്ട് അല്ലേ? അപ്പോൾ എന്തിനാണ് ഈ എക്സ്പോർട്ടായിട്ട് ഓരോ സേവ് ചെയ്യുന്നത് ഓരോ ഫയലുകളായിട്ട് പ്രിൻ്റ് ചെയ്ത് ഓരോന്നായിട്ട് പ്രിൻ്റ് ചെയ്ത് വരണം. പിന്നെ സോഷ്യൽ മീഡിയയിലേക്ക് നൽകണമെങ്കിലും എക്സ്പോർട്ടായിട്ട് സേവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഫയൽ എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്യാം. ഹോമിൽ സ്റ്റുഡൻസ് വർക്ക്സ് 9 ഡബിൾ ക്ലിക്ക് അടിക്കുക. ഇവിടെ ഇതാ പോസ്റ്റർ, ഇവിടെ ഓൾറെഡി പോസ്റ്റർ നമ്മൾ ആദ്യം അടിച്ചതുകൊണ്ട് ആ പോസ്റ്റർ ഉണ്ട്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് പേരൊന്ന് മാറ്റി കൊടുക്കണമെങ്കിൽ മാറ്റി കൊടുക്കുക. എക്സാമിന് ഇതേ രീതിയിലൊന്നല്ല കേട്ടോ സേവ് ചെയ്യുക. എക്സാമിന് സേവ് ചെയ്യുന്ന രീതി പരീക്ഷേൻ്റെ സമയത്ത് ഞാൻ പറഞ്ഞുതരാം, ആ സമയത്ത് ചെയ്താൽ മതി. എക്സ്പോർട്ട് ഇവിടെ നെയിം എന്ന ഭാഗത്ത് എന്താണോ നമ്മൾ ടൈപ്പ് ചെയ്യാൻ പറയണമെന്ന് നോക്കുക. ഇപ്പം ഞാൻ പോസ്റ്റർ തന്നെയാണ് കൊടുക്കുന്നത്. എക്സ്പോർട്ടിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഒരു ബോക്സ് വന്നു അല്ലേ? ശ്രദ്ധിച്ച് നോക്കുക. നമുക്ക് വീണ്ടും നമ്മളിത് ക്യാൻസലോ ഹെൽപ്പോ ഒന്നും പോവരുത്, വീണ്ടും എക്സ്പോർട്ടിലേക്ക് തന്നെയാണ് പോവേണ്ടത്. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് പോകും. ഇപ്പോൾ ഇത് എക്സ്പോർട്ടായിട്ട് സേവ് ചെയ്തു അല്ലേ? അപ്പോൾ മക്കളെ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ? ഇപ്പോൾ ഇന്ന് രണ്ടാമത് എടുത്ത പാർട്ടിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അല്ലേ? ഒരു സർക്കിൾ വരച്ചു, അതിന് കളർ ചെയ്തു. സർക്കിൾ വരച്ചു, കളർ ചെയ്തു. റെക്ടാങ്കിൾ വരച്ചു, കളർ ചെയ്തു. ടെക്സ്റ്റ് ടൈപ്പ് ചെയ്തു അല്ലേ? പിന്നെ ഇവിടെ വേറെ നാച്ചുറൽ ക്ലബ് എന്നും GHSS കോപ്പം എന്നും ഒരു സ്കൂളിൻ്റെ പേരും ടൈപ്പ് ചെയ്തു. വ്യത്യസ്ത കളറാണ്, വ്യത്യസ്ത ഫോണ്ട് അങ്ങനെ മാറ്റി കൊടുത്തു. ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ഓരോന്നിനും ഓരോ ലെയറുകൾ ഉണ്ടാക്കിക്കൊണ്ടാണ് ചെയ്തത് അല്ലേ? അപ്പോൾ അങ്ങനെ സിമ്പിൾ നമ്മളൊരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി എത്ര വേറെ സർക്കിളൊക്കെ പറയണമെന്ന് നിങ്ങൾക്ക് ഇവിടെയൊക്കെ വേറെ സർക്കിളൊക്കെ വരച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ എന്താണ് ചതുരം പറഞ്ഞിട്ടുണ്ട് വെച്ചാൽ വീണ്ടും ചതുരങ്ങൾ വരച്ചു കൊടുക്കാം. പിന്നെ ഇതിന് വേറൊരു കാര്യം എന്തായിരുന്നു നമ്മൾ ചെയ്തത്? സർക്കിൾ വരച്ചപ്പോൾ അതിൻ്റെ ഫ്രൂട്ട്സ് അതിൻ്റെ അടിയിലോട്ട് പോയില്ലേ? അതിൻ്റെ മുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ആ ലെയറിനെ പിടിച്ച് താഴോട്ട് കൊണ്ടുവച്ച്, അപ്പോൾ അത് ഫ്രൂട്ട് മുകളിലേക്ക് വന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയോ അല്ലേ? മനസ്സിലായി കാണുമെന്ന് വിചാരിക്കണം കേട്ടോ. നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് കാര്യങ്ങൾ പറയാണ്ടെങ്കിലും കമൻ്റ് ആയിട്ടിടുക കേട്ടോ. ഇനി നമുക്ക് എക്സാമിൻ്റെ മുന്നേ ആയിട്ട് എക്സാമിന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ വെച്ച് തിയറി ക്വസ്റ്റ്യൻസൊക്കെ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. ഇനി രണ്ടാമത്തെ പാഠത്തിലെ വീഡിയോകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. ഓക്കെ.